എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും മാസ്റ്റേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് യൂറോപ്പ് ഇൻ ട്രാൻസിഷൻ, അതായത് യൂറോപ്പ് പരിവർത്തന പാതയിൽ. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് യൂറോപ്പിലെ പരിവർത്തനം, അതായത് മാറ്റം, ഏതൊക്കെ മേഖലയിലാണ് യൂറോപ്പിൽ മാറ്റങ്ങൾ ഉണ്ടായത്, അതെന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഹഗിയ സോഫിയ എന്ന് നിങ്ങൾക്ക് ഒരു ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഹഗിയ സോഫിയ. ദിസ് ഈസ് ഹഗിയ സോഫിയ, one of the important monuments in the history of the world. It was built in the 16th century AD. ചിത്രത്തിൽ കാണുന്നത് ഹഗിയ സോഫിയ ആണ്. ഇത് ലോക ചരിത്രത്തിലെ സ്മാരകങ്ങൾ ഒന്നാണ്. ലോകത്തിലെ വലിയ ചരിത്ര സ്മാരകങ്ങൾ ഒന്നാണ് ഈ ഹഗിയ സോഫിയ. ഈ സ്മാരകം AD 6ാം നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചത്. AD 6ാം നൂറ്റാണ്ടിലാണ് ഹഗിയ സോഫിയ പണി കഴിപ്പിച്ചത്. Now it is preserved as a history museum in Turkey. ഇത് ഇന്ന് തുർക്കിയിൽ ഒരു ചരിത്ര മ്യൂസിയമായി നിലനിർത്തിയിരിക്കുന്നു. ഹഗിയ സോഫിയ ഒരു ചരിത്ര മ്യൂസിയമായി ഇന്ന് നിലനിർത്തിയിട്ടുണ്ട്. എവിടെയാണിടെ? തുർക്കിയിലെ മ്യൂസിയത്തിലാണ്. ഇറ്റ് ഈസ് ദ എപ്പിറ്റോം ഓഫ് ദ ആർക്കിടെക്ചറൽ സ്പ്ലെൻഡേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ. അതായത് മനോഹരമായ വാസ്തുവിദ്യയുടെ ഉത്തമ മാതൃകയായ ഹഗിയ സോഫിയ പോലുള്ള നിരവധി ചരിത്ര ശേഷിപ്പുകൾ ഇന്നും കോൺസ്റ്റാന്റിനോപ്പിളിലുണ്ട്. എ സിറ്റി റിച്ച് ഇൻ ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ്. അതായത് ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ നിലനിന്നിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ ഒരു ലോക ചരിത്രത്തിലുള്ള പ്രധാനത്തെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അതായത് ഹഗിയ സോഫിയ എവിടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇനി നമ്മൾ പഠിക്കുന്നത് കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ചാണ്. അവിടുത്തെ പ്രത്യേകത എന്താണ് എന്നാണ് നമ്മൾ ഇനി അടുത്തതായി നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തതായിട്ടൊരു മാപ്പ് കാണാം. ആ മാപ്പിൽ കോൺസ്റ്റാന്റിനോപ്പിൾ കാണിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും കോൺസ്റ്റാന്റിനോപ്പിൾ എവിടെയായിട്ടാണ് വന്നേക്കുന്നത്. യൂറോപ്പിലാണ്. യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും ഒരു പ്രവേശന കവാടം പോലെയായിട്ടാണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ചരിത്ര പ്രാധാന്യം എന്താണെന്ന് നോക്കാം. കോൺസ്റ്റാന്റിനോപ്പിൾ, ദ പ്രസന്റ് ഇസ്താംബുൾ, the erstwhile capital of Eastern Roman Empire, has a unique place in the history of world. അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ, ഇന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ അറിയപ്പെടുന്നത് ഇസ്താംബുൾ എന്നാണ് കോൺസ്റ്റാന്റിനോപ്പിൾ അറിയപ്പെടുന്നത്. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ, the erstwhile capital of the Eastern Roman Empire, has a unique place in the history of the world. അതായത് കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ, അതായത് ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇസ്താംബുൾ. അത് ലോക ചരിത്രത്തിൽ സുപ്രധാനമായ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് ഇനി കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സവിശേഷതകൾ എന്ന് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ? സെൻറ്റർ ഓഫ് നോളജ്, അതായത് വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിരുന്നു. ഒരുപാട് അറിവുള്ള ആൾക്കാർ എവിടെ ഉണ്ടായിരുന്നതേ? കോൺസ്റ്റാന്റിനോപ്പിൾ ഉണ്ടായിരുന്നു. സെൻറ്റർ ഓഫ് നോളജ്, അതായത് വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിരുന്നു. അബോർഡ് ഓഫ് സ്കോളേഴ്സ് ആൻഡ് എ ട്രഷർ ട്രോവ് ഓഫ് സ്കോളർലി ടെസ്റ്റ്. പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു ഏത്? കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ സെൻറ്റർ ഓഫ് നോളജ്, അറിവിൻ്റെ കേന്ദ്രമായിരുന്നു. അബോർഡ് ഓഫ് സ്കോളേഴ്സ് ആൻഡ് ട്രഷർ ട്രോവ് ഓഫ് സ്കോളർലി ടെസ്റ്റ്, പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു. അടുത്തതായിട്ട് ഗേറ്റ് വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്, അതായത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു. നമുക്ക് ആ മാപ്പ് നോക്കിയാൽ തന്നെ അത് മനസ്സിലാക്കാം അല്ലേ? അത് കണ്ടില്ലേ? കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്ന എവിടെയായിട്ടാണ്? യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും ഏകദേശം ഒരു പ്രവേശന കവാടം പോലെയാണ്. അതായത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു ഏത്? കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ നമ്മൾ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പ്രത്യേകതകൾ പഠിച്ചു. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ? സെൻറ്റർ ഓഫ് നോളജ്, അറിവിൻ്റെ കേന്ദ്രമായിരുന്നു. അബോർഡ് ഓഫ് സ്കോളേഴ്സ് ആൻഡ് എ ട്രഷർ ട്രോവ് ഓഫ് സ്കോളർലി ടെക്സ്റ്റ്, പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു. ഗേറ്റ് വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു. ഓക്കെ. When the Turks conquered Constantinople in 1453, it resulted in the fall of the centuries old Eastern Roman Empire. അതായത്
1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. അതോടെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന കിഴക്കൻ റോമ സാമ്രാജ്യം തകർന്നടിഞ്ഞു. Consequently, scholars, artists and writers fled from Constantinople to nearby areas in great numbers. അതോടെ എന്തു ചെയ്തടേ, അവിടെ കേന്ദ്രീകരിച്ചിരുന്ന പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഉൾപ്പെടുന്ന നിരവധി ആളുകൾ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. Many of them migrated to Italy. അതിൽ ഭൂരിഭാഗവും എവിടെയാണ് എത്തിച്ചേർന്നത്? ഇറ്റലിയിലേക്കായിരുന്നു എത്തിച്ചേർന്നത്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? കോൺസ്റ്റാന്റിനോപ്പിൾ ആരാണ് കീഴടക്കിയത്? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. അതോടെ എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും എല്ലാവരും എന്ത് ചെയ്തു? ഇറ്റലിയിലേക്ക് പലായനം ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തായിരിക്കാം ഇവരെല്ലാവരും ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് പോകാനുള്ള കാരണം എന്നാണ് നമുക്ക് അടുത്തതായി നോക്കാനുള്ളത്. വൈ ഡിഡ് ദേ മൈഗ്രേറ്റ് ടു ഇറ്റലി? എന്തുകൊണ്ടാണ് അവർ ഇറ്റലിയിലേക്ക് പോയത്? ഇറ്റലി വാസ് എ കൺട്രി ദാറ്റ് അപ്ഹെൽഡ് ദ റിച്ച് ഗ്രീക്കോ റോമൻ ട്രഡീഷൻ. അതിന്റെ ഒന്നാമത്തെ കാരണമായി പറയുന്നത് പൈതൃകം പേറുന്ന രാജ്യമായിരുന്നു ഇറ്റലിയിൽ. എന്തായിരുന്നേ? ഗ്രീക്ക് റോമ സാമ്രാജ്യത്തിന്റെ ഗ്രീക്ക് റോമ സംസ്കാരത്തിന്റെ പൈതൃകം അവർ വളർത്തിക്കൊണ്ടുവന്നിരുന്ന ആൾക്കാരായിരുന്നു. രണ്ടാമത്തെ പോയിന്റ്, ദ റിച്ച് ഇറ്റാലിയൻ ട്രേഡേഴ്സ് വെയർ ദ പാട്രൺസ് ഓഫ് ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ. ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ, ഇറ്റാലിയൻ ട്രേഡേഴ്സ് അതായത് ഇറ്റലിയിലെ വ്യാപാരികൾ എല്ലാവരും എന്തായിരുന്നു? പാട്രൺസ് ഓഫ് ആർട്ട്, ലിറ്ററേച്ചർ. അവർ കല, സാഹിത്യം, സംസ്കാരം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ആൾക്കാരായിരുന്നു. ദ റിച്ച് ഇറ്റാലിയൻ ട്രേഡേഴ്സ് വെയർ ദ പാട്രൺസ് ഓഫ് ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ. സാഹിത്യം, സംസ്കാരം എന്നിവ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അടുത്ത പോയിന്റ്, ദീസ് ട്രേഡേഴ്സ് വെയർ കീൻ ടു പ്രിസർവ് ദ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. ചരിത്രം സംരക്ഷിക്കുന്നതിൽ ഈ സമ്പന്നരായിരുന്നു. അതായത് ഇവർ എന്തായിരുന്നു? ഇവർ ചരിത്ര പൈതൃകങ്ങളൊക്കെ സംരക്ഷിച്ചിരുന്ന ആൾക്കാരായിരുന്നു, അവിടുത്തെ സമ്പന്നരായ വ്യാപാരികൾ. അപ്പോൾ ഇത്രയും കാരണങ്ങൾ ഇറ്റലിയിലേക്ക് അവർ പലായനം ചെയ്യാനുള്ള കാരണം. ഇറ്റലി വാസ് എ കൺട്രി ദാറ്റ് അപ്ഹെൽഡ് ദ റിച്ച് ഗ്രീക്കോ റോമൻ ട്രഡീഷൻ. പുരാതന ഗ്രീക്ക് റോമ സംസ്കാരം പേർന്ന രാജ്യമായിരുന്നു ഇറ്റലി. രണ്ടാമത്തെ പോയിന്റ്, ദ റിച്ച് ഇറ്റാലിയൻ ട്രേഡേഴ്സ് വെയർ പാട്രൺസ് ഓഫ് ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ. ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ സംസ്കാരം എന്നിവരായിരുന്നു. The traders were keen to preserve the historical and cultural heritage. ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ സമ്പന്ന വ്യാപാരികൾ തൽപരരായിരുന്നു. Hence, the Italian cities further thinking and encouraged the spirit of learning among the immigrant scholars. ഇത്തരം സവിശേഷതകൾ ഇറ്റലിയിൽ എത്തിച്ചേരുന്ന പണ്ഡിതന്മാർക്ക് കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ അവർക്കവിടെ ലഭിച്ചു. By the end of the 13th century, the Renaissance which began in Italy flourished and spread to other nations. അതായത് അവസാനത്തോടെ ഇറ്റലിയിൽ ആരംഭിച്ച നവോത്ഥാന പ്രക്രിയ കൂടുതൽ ചെയ്തു. റിനൈസാൻസ് അതായത് പെട്ടെന്നുണ്ടായ ഒരു ഉണർവുണ്ടായി, അല്ലെങ്കിൽ കുറച്ച് മുന്നേറ്റം ഇറ്റലിയിൽ നൂതന ഉണർവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ എന്താണ് 13ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി ഇറ്റലിയിൽ എന്ത് തുടങ്ങി? നവോത്ഥാനം. പിന്നെ നവോത്ഥാനം ഏതൊക്കെ മേഖലയിലാണ് ഉണ്ടായത് എന്നതിനെ കുറിച്ചാണ് നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്. ഇനി റിനൈസൻസ് അതായത് നവോത്ഥാനത്തെ കുറിച്ച് പഠിക്കാം. The fine arts, literature and history in the medieval period were centered on religious ideology. അതായത് മധ്യകാലഘട്ടത്തിൽ, യൂറോപ്പിലെ കാര്യമാണ് പറയുന്നത്, മധ്യകാലഘട്ടത്തിൽ കല, സാഹിത്യം, ചരിത്രം എന്നിവ മതപരമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. അതായത് മതപരമായ ആശയങ്ങൾക്കായിരുന്നു ഒരുപാട് മൂല്യം അവർ കൊടുത്തിരുന്നത്. The texts were invariably written in Greek and Latin as these languages were considered elite and scholarly. അതായത് യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്നത് ലാറ്റിൻ, ഗ്രീക്ക് എന്നിവയായിരുന്നു. പണ്ഡിത ഭാഷ എന്ന് വെച്ചാൽ പണ്ഡിതന്മാർ എഴുതാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ. അവരുടെ രചനകളിലെല്ലാം ലാറ്റിൻ, ഗ്രീക്ക് ഭാഷകളിലായിരുന്നു നടത്തിയിരുന്നത്. By the dawn of 13th century, Latin and Greek gave way to
ലാംഗ്വേജസ് ലൈക്ക് ഇംഗ്ലീഷ്, സ്പാനിഷ് ആൻഡ് ഫ്രഞ്ച്. ഈ ഭാഷകളിലായിരുന്നു കൃതികൾ രചിച്ചിരുന്നത്. എന്നാൽ 13-ാം നൂറ്റാണ്ടിൽ ലാറ്റിൻ, ഗ്രീക്ക് എന്നീ ഭാഷകൾക്കു പകരം ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് തുടങ്ങിയ പ്രാദേശിക ഭാഷകൾ കൃതികൾ രചിക്കാൻ തുടങ്ങി. അതായത് ആദ്യം യൂറോപ്പിലെ ഏത് ഭാഷകളായിരുന്നടേ? ലാറ്റിൻ, ഗ്രീക്ക് എന്നീ ഭാഷകളിലായിരുന്നു അവർ കൃതികൾ രചിച്ചിരുന്നത്. എന്നാൽ 13-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടെ ലാറ്റിൻ, ഗ്രീക്ക് എന്നീ ഭാഷകൾക്ക് പകരം അവർ പ്രാദേശിക ഭാഷകളായ ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് തുടങ്ങിയ പ്രാദേശിക ഭാഷകളിൽ അവർ രചനകൾ നടത്താൻ തുടങ്ങി. The writers of this period adopted the life of common man as the central theme of their works. അവർ സാധാരണ ആൾക്കാരുടെ, അതായത് സാധാരണ ജനങ്ങളുടെ ജീവിതമായിരുന്നു അവരുടെ കൃതികളിലെ വിഷയമാക്കിയിരുന്നത്. അതായത് സാധാരണ മനുഷ്യ ജീവിതമായിരുന്നു അവരുടെ രചനകളിലെല്ലാം ഉണ്ടായിരുന്നത്. The literature of this period was no longer confined to religion and philosophy, but gave way to themes that depicted diverse aspects of human life. അതായത് മതപരമായ ആശയങ്ങളായിരുന്നു ആദ്യം അവർ ഉപയോഗിച്ചിരുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവർ മതപരമായ ആശയങ്ങൾക്ക് പകരം മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം ലഭിക്കുന്ന തരത്തിൽ സാഹിത്യത്തിൻ്റെ ഉള്ളടക്കം മാറി. അതായത് സാധാരണ ജനങ്ങളുടെ ജീവിതം അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? അവരുടെ രചനകൾ ഉൾപ്പെടുത്താൻ തുടങ്ങി. അതോടുകൂടി അവിടെയുള്ള ജനങ്ങൾ എല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങിയടെ സമാനമായ മാറ്റങ്ങൾ ചിത്രകലയിലും ശില്പവിദ്യയിലും തുടങ്ങിയ മേഖലയിലും ഉണ്ടായി. അപ്പോൾ സാഹിത്യത്തിൽ മാറ്റം വരുത്തിയതോടുകൂടി അവിടെയുള്ളവർ എന്ത് ചെയ്തു? ചിത്രകലകളിലും ശില്പവിദ്യയിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. സിമിലർ ചേഞ്ചസ് occurred in other art forms like painting and sculpture. അതായത് ചിത്രകലയിലും പിന്നെ എന്തിലാണ്? ശില്പവിദ്യയിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. സാഹിത്യത്തിൽ മാറ്റം വന്നു, അതോടൊപ്പം തന്നെ ചിത്രകലയിലും ശില്പവിദ്യയിലും പെയിൻറ്റിംഗ് ആൻഡ് സ്കൾപ്ചർ ഇതിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. ദിസ് വിഷൻ പ്രൈമർലി കൺസേൺ വിത്ത് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഈസ് നോൺ ആസ് ഹ്യൂമാനിസം. അതായത് ഇത്തരത്തിൽ മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് മാനവികത, അതായത് ഹ്യൂമാനിസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മാനവികത എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉള്ള കാഴ്ചപ്പാടിനെയാണ് നമ്മൾ മാനവികത എന്ന് പറയുന്നത്, ഹ്യൂമാനിസം. അതായത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം, യൂറോപ്പിൽ ആദ്യം എന്തായിരുന്നു? മതപരമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു അവരുടെ കല, സാഹിത്യം, ചരിത്രം എന്നിവയെല്ലാം. പക്ഷേ എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ 13-ാം നൂറ്റാണ്ട് തുടക്കത്തോടു കൂടി ലാറ്റിൻ, ഗ്രീക്ക് എന്നീ ഭാഷകൾക്ക് പകരം പ്രാദേശിക ഭാഷയായ ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് തുടങ്ങിയ പ്രാദേശിക ഭാഷകൾ കൃതികൾ രചിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതമായിരുന്നു അവർ എന്ത് ചെയ്തത്? അവരുടെ കൃതികളിലെല്ലാം ഉൾപ്പെടുത്തിയിരുന്നത്. അതോടെ എന്ത് ചെയ്യാൻ തുടങ്ങി? മതപരമായ ആശയങ്ങളെല്ലാം മാറി പകരം എന്ത് ചെയ്യാൻ തുടങ്ങി? മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം നൽകാൻ തുടങ്ങി. അതോടെ സാഹിത്യത്തിൽ വളരെ മാറ്റമുണ്ടായി. അതുപോലെ തന്നെ ശില്പവിദ്യയിലും ചിത്രകലയിലുമൊക്കെ അവർ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. ഇത്തരത്തിൽ മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് മാനവികത എന്ന് പറയുന്നത്. അതായത് ദ വിഷൻ പ്രൈമർലി കൺസേൺ വിത്ത് ദ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്. മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെ നമുക്ക് എന്തെന്ന് പറയാം? ഹ്യൂമാനിസം എന്ന് പറയാം. ദ ന്യൂ സ്പിരിറ്റ് ഓഫ് ഹ്യൂമാനിസം ഇൻസ്പയർഡ് യുണീക് തോട്ട്സ് ഓൺ ദ യൂണിവേഴ്സ് ആൻഡ് ഹ്യൂമൻ ലൈഫ്. അതായത് പ്രപഞ്ചത്തെക്കുറിച്ചും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കാൻ മാനവികത പ്രേരിപ്പിച്ചു. അതായത് ഒരുപാട് രീതിയിൽ ചിന്തിക്കാനും തുടങ്ങി. ഇറ്റ് പ്രൊമോട്ടഡ് റീസണിങ് ആൻഡ് സ്പിരിറ്റ് ഓഫ് എൻക്വയറി. അതായത് ഇത്തരത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? യുക്തിചിന്തയുടെയും അന്വേഷണ ത്വരയുടെയും വളർച്ചയ്ക്ക് ഇത് കാരണമാവുകയും ചെയ്തു. അപ്പോൾ ഹ്യൂമാനിസം വളർന്നതോടുകൂടി എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ യുക്തിചിന്തരും പിന്നെ അന്വേഷണ ത്വരയോടും കൂടി ഓരോ കാര്യങ്ങൾ കാണാൻ തുടങ്ങി. Consequently, a new awakening in all spheres of human life became visible in Europe and it is known as the Renaissance. അപ്പോൾ ഇതോടെ മനുഷ്യജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും ഒരു പുത്തൻ ഉണർവ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. അതായത് എല്ലാ തരത്തിലും ഒരു പുത്തൻ ഉണർവ് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ജീവിതത്തിൽ കൊണ്ടുവരാൻ തുടങ്ങി. ഇത്തരത്തിലുള്ള ഉണർവിനെ നമുക്ക് എന്തെന്ന് പറയാം? നവോത്ഥാനം, അതായത് റിനൈൻസസ്. അപ്പോൾ എന്താണിടേ? Consequently, a new awakening in all spheres of human life became visible in Europe and it is known as the Renaissance. അതായത് മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പുത്തൻ ഉണർവ് സൃഷ്ടിച്ചു. ഇത്തരത്തിലുള്ള ഉണർവിനെ നമുക്ക് എന്തെന്ന് പറയാം? നവോത്ഥാനം എന്ന് പറയാം. ഇനി നമ്മൾ നോക്കുന്നത് നവോത്ഥാനം ഏതൊക്കെ മേഖലയിലാണ്
ഉണ്ടായത് എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ മേഖലയിലാണ് നവോത്ഥാനം കൊണ്ടുവന്നതെന്ന് നോക്കാം. Now let us examine how the Renaissance influenced the different spheres of social life. നമുക്ക് എന്ത് നോക്കാം? നവോത്ഥാനം വിവിധ മേഖലകളെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് നമുക്ക് നോക്കാം. അതായത് ഏതൊക്കെ മേഖലയിലാണെന്ന് ഞാനൊന്ന് പറയാം. നവോത്ഥാനം ആദ്യം കൊണ്ടുവന്നത് സാഹിത്യത്തിൽ എന്തൊക്കെ മാറ്റം, നവോത്ഥാനം സാഹിത്യത്തിൽ എങ്ങനെയാണെന്ന് നോക്കണം. പിന്നെ നവോത്ഥാനം കലയിൽ എങ്ങനെയാണെന്ന് നോക്കണം. പിന്നെ നവോത്ഥാനം ശാസ്ത്രരംഗത്ത് എന്തൊക്കെ നവോത്ഥാനമാണ് കൊണ്ടുവന്നതെന്നും നോക്കണം. നമുക്ക് ആദ്യം റിനൈസൻസ് ഇൻ ലിറ്ററേച്ചർ നോക്കാം. അതായത് നവോത്ഥാനം സാഹിത്യത്തിൽ ഉണ്ടായ നവോത്ഥാനം എങ്ങനെയെന്ന് നോക്കാം. പെട്രാർക്ക് വാസ് വൺ ഓഫ് ദ എമിനന്റ് റൈറ്റേഴ്സ് ഓഫ് ദ റിനൈസൻസ് പീരീഡ്. അതായത് നവോത്ഥാന കാലത്തെ സാഹിത്യകാരന്മാരിൽ പ്രമുഖനായിരുന്നു പെട്രാർക്ക്. ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് റിനൈസൻസ്. അദ്ദേഹത്തെ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പെട്രാർക്ക് ആരാണടെ? നവോത്ഥാനത്തിൻ്റെ പിതാവ്. നവോത്ഥാന കാലത്തെ സാഹിത്യകാരനിൽ പ്രമുഖനായിരുന്നു പെട്രാർക്ക്. അദ്ദേഹത്തെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് റിനൈസൻസ്, നവോത്ഥാനത്തിൻ്റെ പിതാവ്. ദ മാഗ്നം ഓപ്പസ് ഓഫ് പെട്രാർക്ക് ഈസ് സീക്രട്ടം. അതായത് പെട്രാർക്കിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കൃതിയാണ് സീക്രട്ടം. ഇനി നമുക്ക് നോക്കാനുള്ളത് സാഹിത്യരംഗത്ത് നവോത്ഥാന നായകന്മാരല്ല, നമുക്ക് സാഹിത്യത്തിലെ പ്രമുഖരായ വ്യക്തികളും അവരുടെ കൃതികളും ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. അവരുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ പെട്രാർക്കിൻ്റെ എന്നറിയാമല്ലോ, ഏതാണ്? സീക്രട്ടം. പെട്രാർക്കിൻ്റെ ഫേമസ് വർക്കാണ് സീക്രട്ടം. ഇനി നമുക്ക് നോക്കാനുള്ളത് ദാന്തെയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകം, ഇദ്ദേഹം രചിച്ച പ്രധാന പുസ്തകമാണ് ഡിവൈൻ കോമഡി. അടുത്ത ആളാണ് ബൊക്കാച്ചിയോ രചിച്ച പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ദ ഡെക്കാമറൻ സ്റ്റോറീസ്, അതായത് ഡെക്കാമറൻ കഥകൾ. ഇനിയുള്ള ഒരാളാണ് സെർവാന്തെ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനയാണ് ഡോൺ ക്വിക്സോട്ട്. അടുത്ത ആൾ ഇറാസ്മസ്. അദ്ദേഹത്തിൻ്റെതാണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു പോർഷനാണിത്. സാഹിത്യകാരന്മാരുടെ പ്രധാന വർക്കുകളും. അപ്പോൾ പെട്രാർക്കിൻ്റെ എന്ന് മനസ്സിലായല്ലോ. സീക്രട്ടം, ദാന്തെ ഡിവൈൻ കോമഡി, ബൊക്കാച്ചിയോ ദ ഡെക്കാമറൻ സ്റ്റോറീസ്, സെർവാന്തസ് ഡോൺ ക്വിക്സോട്ട്, ഇറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. അപ്പോൾ റൈറ്റേഴ്സും വർക്കും 2 ബോക്സസ് ഉണ്ട്. അതിൽ നിങ്ങളിതൊക്കെ ഫില്ല് ചെയ്യണം. പെട്രാർക്കിൻ്റെ ഫേമസ് വർക്ക് ഏതെന്നറിയാമല്ലോ, സീക്രട്ടം. ദാന്തെ ഏതാണ്? ഡിവൈൻ കോമഡി. ബൊക്കാച്ചിയോ ഡെക്കാമറൻ സ്റ്റോറീസ്. സെർവാന്തെ ഡോൺ ക്വിക്സോട്ട്. ഇറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. അപ്പോൾ റിനൈസൻസ് ഇൻ ലിറ്ററേച്ചർ കഴിഞ്ഞു. സാഹിത്യത്തിലെ നവോത്ഥാനം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും സാഹിത്യകാരന്മാരൊക്കെ അവരുടെ രചനകളിലൂടെ വളരെ ഒരു പുത്തൻ ഉണർവാണ് എല്ലാ ആൾക്കാർക്കും കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് റിനൈസൻസ് ഇൻ ആർട്സ്, അതായത് നവോത്ഥാനം കലാരംഗത്ത് ഉണ്ടായ നവോത്ഥാനം. ദ റിനൈസൻസ് spirit was most pronounced in painting. Leonardo da Vinci was one of the great painters of the world. The Mona Lisa and the Last Supper are his famous paintings.